പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നീങ്കിലേക്ക് തിരികുകയും ചെയ്യും. ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ നിൽക്കുന്നത് വഴിയില്ലാത്ത ഇടം പോലെയും പ്രാർത്ഥിച്ചിട്ടും മറുപടി വൈകുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതുപോലെ കാണാം. എന്നാൽ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്: നമ്മുടെ ജീവിതത്തിന്റെ ഗതി എന്താകണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനോ ഭാഗ്യശക്തികളോ അല്ല, സ്ഥിതി മാറ്റുന്ന നമ്മുടെ ദൈവമാണ്. തിരുവെഴുത്ത് അതിനായി നിരവധി വ്യക്തികളെ നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്നു. ദാനിയേലിന്റെ അവസ്ഥ നോക്കൂ. പ്രാർത്ഥന അവനെ സിംഹക്കുഴിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ അവിടെ ദൈവം അവനോട് മനസ്സലിഞ്ഞു. സിംഹങ്ങളുടെ വായടച്ചു. ഗുഹ രക്ഷയുടെ സ്ഥലമാക്കി കർത്താവ് തീർത്തു. എബ്രായ ബാലന്മാരുടെ അവസ്ഥ നോക്കൂ. തീച്ചുള അവർക്ക് മരണവിധിയുടെ ഇടമായിരുന്നു. എന്നാൽ കർത്താവ് അവരോടുകൂടെ ഇറങ്ങിയപ്പോൾ തീ അവരെ നശിപ്പിച്ചില്ല. തീ അവർക്ക് ഒരു ജീവന്റെ സാക്ഷ്യത്തിന്റെ വഴിയാക്കി കർത്താവ് തീർത്തു. അപ്പോസ്തലന്മാർ തടവറയിലായപ്പോൾ വാതിലുകൾ അടഞ്ഞിരുന്നു. പ്രതികൂലങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിന്റെ മനസ്സലിവ് പ്രവർത്തിച്ചപ്പോൾ തടവറ തന്നെ സാക്ഷ്യമായി. വാതിലുകൾ അവർക്കായി തുറക്കപ്പെട്ടു. നമ്മുടെ ദൈവം പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ദൂരെ ഇരിക്കുന്നവനല്ല, അവൻ മനസ്സലിവുള്ളവനാണ്. നമ്മുടെ കണ്ണുനീർ കർത്താവ് കാണുന്നു. നമ്മുടെ ഭാരങ്ങൾ അവൻ അറിയുന്നു. ഇന്ന് അടഞ്ഞതായി തോന്നുന്ന വാതിലുകൾ തക്ക സമയത്ത് നമുക്കായി തുറക്കുവാൻ കർത്താവിന് കഴിയും. ഒരു പ്രവചനമായി നിങ്ങളെ നോക്കി പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ: നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ കർത്താവിന്റെ കൈകളിൽ പുതിയ തുടക്കങ്ങളായി മാറുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് സാഹചര്യങ്ങളിലല്ല, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഭയത്തിലല്ല, വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. നിരാശയിലല്ല, ദൈവത്തിന്റെ മനസ്സലിവിൽ തന്നെ പ്രത്യാശ വയ്ക്കാം. കാരണം വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു: നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതിയെ മാറ്റും. അവൻ നിന്നോട് മനസ്സലിഞ്ഞ് നിന്റെ അടുക്കിലേക്ക് തിരിയും. ഈ വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അതിയായ കൃപ പകരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന കർത്താവിന്റെ മഹത്വം ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.